മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങള് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്ത് നുണയും പ്രചരിപ്പിക്കുക. അതാണ് ഇപ്പോഴും കാണുന്നത്. ഇവിടെ ഈ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ മുളിയാത്തോട് നടന്നിട്ടുള്ള സ്ഫോടനം സംബന്ധിച്ച് CPIM എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി, ഈ സ്ഫോടനത്തിൽ പരിക്ക് പറ്റിയവരൊന്നും CPM പ്രവർത്തകരല്ല. നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ ആവർത്തിച്ചു കൊടുക്കുന്നത് CPM പ്രവർത്തകരാണ് എന്നാണ്. ശ്രീ പി ജയരാജൻ, അങ്ങ് തുടക്കത്തിലെ അങ്ങ് മാധ്യമങ്ങളെ വിമർശിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങ് മുഖമടച്ച് മാധ്യമങ്ങളോട് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇടപെടേണ്ടി വരുന്നത്. ദയവായി അങ്ങ് ഒരു കാര്യം പറയണം. ഈ പറയുന്ന ആളുകൾ പിന്നീട് ഏതെങ്കിലും രാഷ്ട്രീയ അല്ലല്ല ഞാൻ ഇടപെട്ടത് ദയവായി അങ്ങ് ക്ഷമിക്കുക. അങ്ങ് മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ചുകൊണ്ടാണ് ഇടപെട്ടത്. നിങ്ങളെ ആക്ഷേപിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്ക് എന്തിനാ പൊള്ളുന്നത്? ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിച്ചിട്ട് എന്തെല്ലാം വാർത്ത കൊടുക്കുന്നുണ്ട്? പറയുന്നത് കേൾക്കൂ. അതായത് അവര് CPM കേൾക്കൂ, കേട്ടിട്ട് പറയൂ. നിങ്ങളെ ഈ ഭീഷണിക്ക് മുമ്പിലൊന്നും വഴങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ആ സ്ഫോടനത്തിൽ പരിക്കേറ്റവര് മുമ്പ് CPM പ്രവർത്തകന്മാരെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. അന്ന് CPIM അവരെ പരസ്യമായി തള്ളിപ്പറഞ്ഞതാണ്. അവര് എവിടെയോ പോയിട്ട് ബോംബുണ്ടാക്കിയതിന് CPM മറുപടി പറയേണ്ട ആവശ്യം എന്താണ്? ഒരു BJP പ്രവർത്തകന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ബോംബ് സ്ഫോടനം നടന്നത്. CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ ബോംബുണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ഞങ്ങളെ ആ ബോംബുണ്ടാക്കുന്നു എന്ന് ആക്ഷേപിക്കുന്ന കോൺഗ്രസ് പണ്ട് ബോംബുണ്ടാക്കിയിട്ടുണ്ട്. താങ്കൾക്ക് ഓർമ്മയുണ്ടോ? DCC ആഫീസിൽ കണ്ണൂര് 3 തരം ബോംബുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചവരാണ് ഇപ്പൊ ഞങ്ങളെ ആക്ഷേപിക്കുന്നത്. അതുപോലെ RSSകാര് ബോംബുണ്ടാക്കുന്ന അവസരത്തിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ തന്നെ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, RSSകാരായിട്ടുള്ള ആളുകൾ. ഇവിടെ പി ജയരാജൻ, ബഹുമാനത്തോടുകൂടി ഞാൻ അങ്ങയുടെ അനുവാദത്തോടുകൂടി ഇടപെടുന്ന ഒറ്റ കാര്യം പറയാം. നമുക്ക് അതിനെല്ലാം അപലപിച്ചിട്ടുണ്ട്, അതാ സമയങ്ങളിൽ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കൊലപാതകികളെന്നും അല്ലെങ്കിൽ അങ്ങനെ മുദ്രകുത്തി നമ്മൾ അവരെ തള്ളിപ്പറയുന്ന ആളുകളുടെ വീട്ടിലേക്ക് 2 പ്രധാനപ്പെട്ട നേതാക്കൾ, ഒരാൾ ഏരിയ കമ്മിറ്റി അംഗം, ഒരു ലോക്കൽ നേതാവ്, അവർ അവിടേക്ക് ചെല്ലുമ്പോഴുണ്ടാകുന്ന നൽകുന്ന സന്ദേശം എന്താണ്? അതാണ് എൻ്റെ ചോദ്യം ആദ്യമായി. നിങ്ങൾ പറയുന്ന ഈ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊന്നും അങ്ങോട്ട് പോയില്ല എന്നുള്ള വസ്തുതയാണ് നിങ്ങൾ മറച്ചു വെക്കുന്നത്. അവിടെ ആ മേഖലയിലുള്ള CPM-ന്റെ നേതാക്കന്മാരായിട്ടുള്ള ഒട്ടേറെ സഖാക്കളുണ്ട്. അവരാരും അങ്ങോട്ട് പോയില്ലല്ലോ. ഇന്നത്തെ നിങ്ങളുടെ മാതൃഭൂമി ചാനലാണല്ലോ, മാതൃഭൂമി പത്രത്തിലെ വാർത്ത ഞാൻ വായിച്ചു തരണോ? ഇന്നത് പത്രം കൊടുത്തത് പ്രാദേശിക പാർട്ടി പ്രവർത്തകന്മാരാരും അവിടെ പോയില്ല, ആദരാഞ്ജലി അർപ്പിച്ചില്ല. അവിടെ പോയത് കൂത്തുപറമ്പ് MLA ശ്രീ KP മോഹനൻ മാത്രമാണ് എന്ന് നിങ്ങളുടെ പത്രം വാർത്ത കൊടുത്തിട്ടുണ്ട്. അതാണ്. പക്ഷേ നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യം അങ്ങ് കണ്ണടച്ചിട്ടാക്കരുത് ശ്രീ പി ജയരാജൻ. 2 പേര് പോയിട്ടുണ്ട്. ആ 2 പേര് പോയിട്ടുള്ള പാർട്ടി അറിവോടെയാണോ? 2 പേര് പോയതല്ലേ നിങ്ങൾ പറയുന്നത്? അതേസമയം ഒട്ടേറെ ഡസൻ കണക്കിന് നേതാക്കന്മാർ പോകാനുള്ള മേഖലയാണല്ലോ ഇത്. അവിടെ എന്താ മറ്റുള്ളവർ പോകാതിരുന്നത്? അപ്പോ പോയ ആളുകൾ അവിടെ പോകുന്നതിന് യാതൊരു വിലക്കും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരു മരിച്ച വീടാണ്. മരിച്ചവർ നടത്തിയിട്ടുള്ള കൃത്യത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പരസ്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ആ മരിച്ചവർക്ക് രക്ഷിതാക്കളുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതുപോലെയുള്ള കുടുംബാംഗങ്ങളുണ്ട്. അവരുമായി ബന്ധമുള്ളവരോ, അത് കുടുംബ ബന്ധമാവാം, സൗഹൃദ ബന്ധമാവാം, അങ്ങനെയുള്ള ആരെങ്കിലും ആ വീട്ടിൽ പോകുന്നതിന് ഞങ്ങൾ വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. അതാണ് ശ്രീ പി ജയരാജൻ. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന ഒരു ഘട്ടമാണ്, തിരഞ്ഞെടുപ്പാണ് എന്ന് പോലും ഓർക്കാതെ 2 പ്രധാനപ്പെട്ട നേതാക്കൾ പോകുന്നെങ്കിൽ ആ കൊല്ലപ്പെട്ട ആൾക്കും അവിടുത്തെ ആ നേതാക്കന്മാരുമായിട്ടുള്ള ഒരു ആത്മബന്ധം അതുകൂടി ഊട്ടിയുറപ്പിക്കുന്നതല്ലേ എന്നൊരു പ്രസക്ത ചോദ്യമുണ്ട്. അത് പ്രസക്തമല്ലേ? അവിടെ പാനൂർ ഏരിയയിലാണ് ഇത് വരുന്നത്. പാനൂർ ഏരിയ സെക്രട്ടറി അവിടെ പോയിട്ടുണ്ടോ? എന്താ പോയിട്ടില്ല എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കാത്തത്? അവിടെയാണ് നിങ്ങളുടെ കാപട്യം. അവിടെ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൽ അവിടെ ഏരിയ കമ്മിറ്റി മെമ്പർമാരുണ്ട്, ഏരിയ കമ്മിറ്റി നേതാക്കന്മാരുണ്ട്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും നേതാവ് അവിടെ പോയിട്ടുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് വാർത്ത കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ മാധ്യമ ധർമ്മം നിർവഹിക്കണം. അവര് പോയി എന്ന് പറഞ്ഞിട്ടില്ല ശ്രീ പി ജയരാജൻ. അവര് പോയി എന്ന് പറഞ്ഞിട്ടില്ല. പോകാത്തവരെ കുറിച്ച് നമ്മൾ പറയുന്നതിന്റെ അർത്ഥമില്ലല്ലോ. ഇത് പോയവരെ കുറിച്ചാണ് ചോദ്യം. ആ ഗ്രാമപഞ്ചായത്തിലെ ഒരു നേതാവും അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോ ബന്ധുത്വത്തിന്റെ പേരിലോ സൗഹൃദത്തിന്റെ പേരിലോ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾ വിലക്കും ഏർപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്.
ശ്രീ പി ജയരാജൻ, ഒരു കാര്യം, CPM ഓഫീസ് ആക്രമിച്ചവർ, CPM പ്രവർത്തകരെ ആക്രമിച്ചവർ, അങ്ങനെയുള്ള ഒരു ക്രിമിനലിന്റെ, നിങ്ങൾ പറയുന്നത് പോലെ കൊടും ക്രിമിനലുകൾ, കുലംകുത്തികൾ, ആ വീട്ടിലേക്ക് രണ്ട് പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ ഉത്തരവാദിത്തം എന്നെക്കാളും അങ്ങേക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ലോക്കൽ നേതാവിന്റെ ഉത്തരവാദിത്തം, പാർട്ടിയോടുള്ള ആ ബന്ധം അത് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ആ രണ്ടുപേർ എങ്ങനെ പോകും? അവർക്ക് എങ്ങനെ മനസ്സ് വരും? അല്ല, ഞാൻ പറയുന്നത് ഒരു മരിച്ച വീട്ട് സന്ദർശിച്ചുകൊണ്ട് ബന്ധുക്കളെ ആശ്വസിപ്പിക്കുന്ന കാര്യത്തിൽ, മരണമാണല്ലോ നടന്നത്, അവര് നടത്തിയ കൃത്യമല്ല അവിടെ വിചാരണ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ വ്യക്തിപരമായിട്ട് പരിചയമുള്ളവരോ അതല്ലെങ്കിൽ കുടുംബ ബന്ധത്തിന്റെ ഭാഗമായിട്ടോ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വിലക്കിയിരുന്നെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുക, ഞങ്ങൾ മനുഷ്യത്വരഹിതമായി പെരുമാറുന്നു, ഒരു മരിച്ച വീട്ടിൽ പോലും ബന്ധുക്കൾക്ക് പോകാൻ CPM അനുവാദം കൊടുക്കുന്നില്ല എന്ന നിലക്കാണ് നിങ്ങൾ വാർത്ത കൊടുക്കുക. അതായത് ഈ പാർട്ടിയുടെ അറിവോടുകൂടിയാണ് രണ്ടുപേരും പോയത്, പാർട്ടി അതിന് സമ്മതം നൽകുന്നുണ്ട് എന്നാണോ? നിങ്ങളുടെ കാപട്യം ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതല്ല, ഞാൻ പറഞ്ഞത് ഈ രണ്ടുപേർക്കും അങ്ങനെയെങ്കിൽ ഒരു തരത്തിൽ പാർട്ടി അതിനെ സമ്മതിക്കുന്നു. പാർട്ടി സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ്. പി ജയരാജൻ വിലക്കില്ല എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരും പോയത് ശരിവെക്കുകയാണ്. ഒരു മരിച്ച വീട്ടിൽ പോകുന്നതിന് ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയിട്ടില്ല. അതേസമയം ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാരാരും അവിടെ പോയിട്ടില്ല എന്നത് നിങ്ങളുടെ പത്രം തന്നെ ഇന്ന് വാർത്ത കൊടുത്തിട്ടുണ്ട്. അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പ്രേക്ഷകരോട് പറയൂ. അപ്പോഴാണ് നിങ്ങൾ കാപട്യമില്ലാതെ മാധ്യമധർമ്മമാണ് നിർവഹിക്കുക എന്ന് തോന്നുക. ശ്രീ പി ജയരാജൻ, അങ്ങ് മുതിർന്ന നേതാവാണ്. അങ്ങ് വീണ്ടും മാധ്യമങ്ങളുടെ കാപട്യത്തെ കുറിച്ച് മാത്രം പറയുന്നതുകൊണ്ടാണ് ചോദിക്കേണ്ടി വരുന്നത്. കാരണം ഇവരാരും അല്ല, ഇവര് ഈ പറയുന്ന അരുണ്, ഈ പീയൂഷ്, അരുണ്, ഈ ഷെബിൻ ലാല്, ഈ അറസ്റ്റിലായവർക്ക് ആർക്കും ഒരു ബന്ധമേ CPM-നോട് ഇല്ല എന്നാണോ അങ്ങ് പറയുന്നത്? നിങ്ങളെ മാതൃഭൂമി പത്രം കൊടുത്ത വാർത്തയെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയാത്തത്? ശ്രീ പി ജയരാജൻ മാതൃഭൂമി കൊടുത്തത് ഇന്നലത്തെ വാർത്ത. MLA ജനപ്രതിനിധി അദ്ദേഹം പോയി, പ്രാദേശിക നേതാക്കന്മാരാരും പോയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് വരുന്ന വാർത്തയാണ്, പിന്നീട് വരുന്ന ചിത്രമാണ്, പിന്നീട് വരുന്ന വാർത്തയാണ് രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പോയി എന്ന്. അപ്പോൾ ഈ കോണ്ടസ്റ്റിൽ നമുക്ക് ഈ വിഷയമാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. താങ്കൾ മാതൃഭൂമി പത്രം ഇന്ന് രാവിലെ ഇറങ്ങിയ പത്രത്തെ കുറിച്ചല്ല പറയേണ്ടത്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ അങ്ങോട്ട് പോയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത്. ഇല്ല, ശ്രീ പി ജയരാജൻ, ഒറ്റ കാര്യം, ഇവർക്കെതിരെ, ഈ പോയവർക്കെതിരെ എന്തെങ്കിലും നടപടിയോ മറ്റോ? കാരണം പാർട്ടി സംസ്ഥാന സെക്രട്ടറി കാര്യത്തിൽ അറിയിക്കുന്നില്ല. പക്ഷേ ഈ ഏരിയ സെക്രട്ടറി, പാനൂർ ഏരിയ സെക്രട്ടറി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് തെറ്റായ സന്ദേശമാണ് എന്ന് തള്ളി പറയുന്നുണ്ട്. താങ്കൾ ഇവരെ തള്ളി പറയുന്നുണ്ടോ? അതിന്റെ സാഹചര്യമുണ്ടോ? അല്ല, ഞങ്ങൾ അങ്ങനെ വിലക്കൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലല്ലേ അത് അത്തരത്തിലൊരു നിലപാട് എടുക്കേണ്ട ആവശ്യമുള്ളൂ. എന്തായാലും അവർ നേരത്തെ DYFI പ്രവർത്തകരാണ്, ആ രീതിയിലാണ് വാർത്ത നൽകിയതും. അതിന്റെ ഒരു യുക്തിയില്ലായ്മ അല്ലെങ്കിൽ യുക്തിയെക്കുറിച്ച് താങ്കൾ ചോദ്യം ചെയ്ത് അതിൽ മാത്രം പിടിച്ച് നിൽക്കരുത്. എന്തായാലും പി ജയരാജൻ ഒറ്റ കാര്യം, ഈ ബോംബ് എന്തിനു വേണ്ടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്? ദുരുപയോഗം ചെയ്യുകയല്ലേ ചെയ്യുന്നത്? പി ജയരാജൻ ഒറ്റ കാര്യം, ഈ ബോംബ് ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയത്? ആരുണ്ടാക്കിയാലും അത് അവരോട് ചോദിക്കണം. പരിക്ക് പറ്റിയവർക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അവരോട് ചോദിക്കണം. CPM-നോട് ചോദിച്ചാൽ മറുപടി കിട്ടില്ല. കാരണം CPM-ന് ഇത്തരം ആളുകളെ ഉപയോഗിച്ച് ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ശരി, വളരെ നന്ദി ശ്രീ പി ജയരാജൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ശ്രീ